പ്രിയപ്പെട്ട കൂട്ടുകാരെ, LSS പരീക്ഷ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കാം എന്ന കാര്യത്തെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് പരീക്ഷയെപ്പറ്റിയുള്ള ഭയം ഒഴിവാക്കുക. വളരെ സിമ്പിളായിട്ട്, ലളിതമായ രീതിയിൽ, ശാന്തമായ മനസ്സോടുകൂടി പരീക്ഷയെ നേരിടുക. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഓടിയും പോകാം, നടന്നും പോകാം. നടന്നു പോയാൽ നമ്മൾ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് സാവധാനം പോകാം. അതേസമയം ധൃതിയിലും ഓടിപ്പോകാം. അപ്പോൾ പരീക്ഷയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സാവധാനം പരീക്ഷയിലേക്ക് നടന്നെടുക്കുക. ഓടിപ്പോയാൽ നമുക്ക് അറിവാകുന്ന കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് നടന്ന് അറിവിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് മനസ്സിലാക്കി പഠിച്ച് സാവധാനം പരീക്ഷയിലേക്ക് അടുക്കുക. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ മറ്റൊരാളെ തോൽപ്പിക്കാം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എങ്ങനെ ഏറ്റവും ഉയർന്ന മാർക്ക് നേടി നമ്മൾക്ക് ജയിക്കാം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുത്തു വയ്ക്കണം. അതിന് നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളെ സഹായിക്കും. ദിവസവും എന്തു പഠിക്കണം, ഏതൊക്കെ പാഠഭാഗങ്ങൾ പഠിക്കണം, എത്ര സമയം പഠിക്കണം എന്ന കൃത്യമായ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി വെക്കേണ്ടതാണ്. ഈ ടൈം ടേബിൾ പ്രകാരമായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഓരോ വിഷയവും, എന്തൊക്കെ വിഷയങ്ങളാണ് പരീക്ഷയ്ക്കുള്ളതെന്ന് ചോദിച്ചാൽ വളരെ സമയബന്ധിതമായി സിസ്റ്റമാറ്റിക്കായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് വേണം പഠിക്കാൻ. പരിഭ്രമിക്കാതെ, വാരി വലിച്ച് പഠിക്കാതെ സാവധാനം അടുക്കും ചിട്ടയോടെയും കൂടി പഠിച്ചാൽ തീർച്ചയായും വിജയം നിങ്ങളെ തേടിയെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഠിച്ചത് ഓർത്തു വയ്ക്കാൻ ആവർത്തിച്ച് പഠിക്കുക. കൃത്യമായ സമയങ്ങളിൽ മാത്രം ആവർത്തിച്ച് പഠിക്കുവാൻ ശ്രദ്ധിക്കണം. പ്രധാന പോയിന്റുകൾ ചുവരിലോ കണ്ണാടിയിലോ ഒന്ന് എഴുതി ഒട്ടിച്ച് വയ്ക്കുക. നിങ്ങൾ സ്ഥിരമായി നടന്നു പോകുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ഒട്ടിച്ചു വയ്ക്കുകയാണെങ്കിൽ അവ എപ്പോഴും നിങ്ങളുടെ ദൃഷ്ടിയിൽ പതിയുകയും അവ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. സ്ഥിരമായി കാണുന്ന ഒരു കാര്യം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ദൃഷ്ടിപടലത്തിൽ പതിക്കും എന്നുള്ള ഒരു തത്വമാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ നിങ്ങൾ അതുപോലെ എഴുതി ഒന്ന് ഒട്ടിച്ചു വെച്ച് എപ്പോഴും കാണത്തക്ക രീതിയിൽ ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ